ഉത്രാളിക്കാവിലമ്മയ്ക്കുള്ള എങ്കക്കാട് ദേശത്തിന്റെ പാനസമർപ്പണം ഭക്തിസാന്ദ്രം. ഇന്നലെ ഉദയം മുതൽ ഇന്ന് ഉദയം വരെ നീണ്ടുനിന്ന വിപുലമായ ചടങ്ങുകളോടെയാണ് പാനയ്ക്ക് പരിസമാപ്തിയായത്. കഴിഞ്ഞ ദിവസത്തെ പകൽപ്പാനയ്ക്ക് ശേഷം വൈകിട്ട് ദീപാരാധന, തായമ്പക, ലളിത സഹസ്രനാമം എന്നിവയ്ക്ക് ശേഷം തട്ടക നിവാസികൾക്ക് വിപുലമായ അന്നദാനം നടന്നു. ശേഷം താലപ്പൊലിയുടെ അകമ്പടിയോടെ പാൽക്കുടമെഴുന്നള്ളിപ്പ്, തളിപ്പൂജ, പുലർച്ചയ്ക്ക് തിരിയൊഴിച്ചിൽ, പാനവലത്ത് എന്നിവയും നടന്നു. തുടർന്ന് കൊടുങ്ങല്ലൂരമ്മയ്ക്കുള്ള ഗുരുതിതർപ്പണത്തോടെ ഈ വർഷത്തെ പാനയ്ക്ക് സമാപനമായി. ശ്രീധരൻ വെള്ളാളത്ത്, തങ്കപ്പൻ നായർ കുമ്പളങ്ങാട്, കുമാരൻ തടത്തിൽ, ഭാസ്കരൻ മടത്തിലാത്ത്, സന്ദീപ് കരിമത്ര, കണ്ണങ്ങത്ത് കണ്ണൻ, രാജേഷ് അകമല എന്നിവരായിരുന്നു പാനയോഗക്കാർ. എങ്കക്കാട് സ്വദേശി കുങ്കുമത്ത് വീട്ടിൽ രവികുമാറും കുടുംബവുമാണ് ഇത്തവണത്തെ പാനസമർപ്പണം നടത്തിയത്. പൂരകമ്മിറ്റി പ്രസിഡന്റ് TP ഗിരീശന്റെ വാക്കുകളിലേക്ക്. നമസ്കാരം. എങ്കക്കാട് ദേശത്തിൻ്റെ ദേശപ്പാനയാണിന്ന്. ദേശപ്പാന എന്ന് പറയുന്നത് ഭഗവതിയെ ദേശത്തേക്ക് എഴുന്നള്ളിച്ച് കൊണ്ടുവന്ന് ഭഗവതിയെ സന്തോഷപ്പെടുത്തി, അതായത് പ്രീതിപ്പെടുത്തി ഭഗവതിക്ക് തിരിച്ചയക്കുന്ന ഒരു ചടങ്ങാണ്. അതിന് ഒരുപാട് ചടങ്ങുകൾക്കാണ് പ്രാധാന്യം. പാനയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചടങ്ങുകൾക്കാണ് പ്രാധാന്യം. അപ്പോൾ ആ ഓരോ ചടങ്ങുകളും കൃത്യമായി ചെയ്ത് ഭഗവതിയെ സന്തോഷിപ്പിച്ച് തിരിച്ചയക്കുന്ന ഒരു ചടങ്ങാണിത്. ഇതെന്ന് പറയുന്നത് പൂരത്തിൻ്റെ മുന്നോടിയായിട്ട് ഭഗവതിയെ നാട്ടിലേക്ക് എഴുന്നള്ളിച്ച് നാട്ടിലെ സർവ്വ ജനങ്ങൾക്കും അത് ഐശ്വര്യമുണ്ടാക്കി തരണം എന്നുള്ള ഒരു പ്രാർത്ഥനയോടുകൂടി ഭഗവതിയെ നാട്ടിലേക്ക് എഴുന്നള്ളിക്കുന്ന ഒരു ചടങ്ങാണത്. അത് ഓരോ വീട്ടുകാരും ഇതിൽ പങ്കെടുക്കുന്ന ഒരു ചടങ്ങ് കൂടിയാണിത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ അന്നദാനം എന്ന് പറയുന്നത് തന്നെയാണ്. അത് എങ്കക്കാട് ദേശത്തെ എല്ലാ ജനങ്ങളും ജാതി മത ഭേദമില്ലാതെ എല്ലാ ജനങ്ങളും പങ്കെടുക്കുന്ന ഒരു ഇതാണ് അന്നദാനമാണ് ഇന്നത്തെ പാനപ്പന്തലുണ്ടാവുന്ന അന്നദാനം. അതുപോലെ തന്നെ ഇത് വർഷങ്ങളായിട്ട് ഇത് മുടങ്ങാതെ എല്ലാ വർഷവും ആരെങ്കിലും, അതായത് 2-3 വർഷത്തേക്കൊക്കെയുള്ള ബുക്കിംഗ് ഉണ്ടാവുന്ന ഒരു നിലയ്ക്കാണ് ഇപ്പോഴും പാന ഉണ്ടാവാറ്. ഈ വർഷത്തെ പാന നടത്തുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീ രവികുമാറാണ്. അങ്ങനെ ഓരോ വർഷത്തേക്കും ഓരോ സ്പോൺസർമാരാണ് ചെയ്യുന്നത്. വളരെ ഭാരിച്ചൊരു ചിലവ് വരുന്ന ഒരു സംഗതിയാണെങ്കിൽ പോലും അതിന് ഇന്ന് വരെ ഒരു മുടക്കവും ഉണ്ടായിട്ടില്ല. ആരെങ്കിലും അതിന് സന്നദ്ധരായി മുന്നോട്ട് വരികയും എല്ലാ വർഷവും നല്ല നിലയ്ക്ക് തന്നെ അതിൻ്റെ ചടങ്ങുകൾ എല്ലാം ഭംഗിയായി നടത്താൻ സാധിക്കാറുണ്ട്. ഇത് പൂരത്തിൻ്റെ ഒരു തുടക്കം, അല്ലെങ്കിൽ പൂരത്തിന് തൊട്ട് മുന്നേ ആയി എല്ലാ വർഷവും ധനുമാസത്തിലെ 30 ചൊവ്വാഴ്ചയാണ് ഇത് എങ്കക്കാട് ദേശത്തിൻ്റെ ദേശപ്പാന. അത് ഈ വർഷവും ഗംഭീരമായിട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ ഈ പാന കഴിഞ്ഞാൽ വരുന്ന ഞായറാഴ്ച മുതൽ ഞങ്ങളുടെ ദേശപ്പിരിവ് തുടങ്ങുകയായി. പൂരത്തിന് തൊട്ട് മുമ്പായിട്ട് പൂരത്തിൻ്റെ കാഹളം എന്നൊക്കെ പറയാം. അത് അതിൻ്റെ തുടക്കം കുറിക്കുകയാണ് ഈ പാനയോട് കൂടിയിട്ട്. ഇത് എല്ലാ വർഷവും ഇതിനെ ഏറ്റവും കൂടുതൽ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത്, അതായത് ഈ വർഷത്തേക്കാൾ കൂടുതൽ തിരക്കാണ് അടുത്ത വർഷത്തേക്ക് ഉണ്ടാവുക. അത്രയും തിരക്കുള്ള, അതായത് ഒരു വീട്ടിൽ നിന്ന് പോലും പാനപ്പന്തലിൽ വന്ന് തൊഴുത് ഭക്ഷണം കഴിച്ച് പോവാത്ത വീടുകളുണ്ടാവില്ല. അത്രമാത്രം പാനയുമായിട്ട് ജനങ്ങൾക്കുള്ള ബന്ധം ഉള്ളൊരു സംഗതിയാണ് പാന, ദേശപ്പാന. ഭഗവതിയെ സന്തോഷിപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോട് കൂടിയിട്ട് എല്ലാ കാര്യങ്ങളും ഭഗവതിയുടെ കാക്കിൽ സാഷ്ടാംഗം നമസ്കരിച്ച് ചെയ്യുന്നു.